ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിനീസ് ബ്യൂട്ടി ടിപ്സ് ആൻഡ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നാച്ചുറൽ ഹെയർ ഡൈ എങ്ങനെ തയ്യാറാക്കാമെന്നുള്ളൊരു വീഡിയോയുമായിട്ടാണ്. 100% നമുക്ക് റിസൾട്ട് കിട്ടുന്ന, ഒരുപാട് ദിവസമൊന്നും നമുക്ക് 2 ദിവസമൊന്നും കാത്തിരിക്കാതെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ വെറും 2 മണിക്കൂർ റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ ഡൈ ആണ് ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. യാതൊരുവിധ കെമിക്കലും ചേർക്കാതെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ ഡൈ ആണ്. ഇതിന് പ്രായഭേദമന്യേ എല്ലാവർക്കും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് നരയെന്നുള്ളത്. ഹെയർ ഡൈ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, പക്ഷേ അമോണിയ അങ്ങനെയൊക്കെയുള്ള കെമിക്കൽ ചേർന്നത് കാരണം നമുക്ക് പലതരത്തിലുള്ള സൈഡ് എഫക്റ്റ് ഒക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ ഡൈ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വീഡിയോയിലേക്ക് പോയി നോക്കാം. അപ്പോൾ ഇന്നത്തെയും പോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് ഓളന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഏത് വീഡിയോ ഇട്ടാലും അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് 2 ബീട്രൂട്ടാണ്. ബീട്രൂട്ട് എന്ന് പറഞ്ഞാൽ ഹെയർ ഗ്രോത്തിനും അതുപോലെ മുടിക്ക് നാച്ചുറലായിട്ടുള്ള കളർ നൽകാനും അതുപോലെ ഹെയർ ഡേക്ക് ഉപയോഗിക്കാനും ഒക്കെ വളരെ നല്ലതാണ്. അപ്പം നമ്മളിവിടെ 2 ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നതെങ്കിൽ ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് ഇവിടെ ഈ ഒരു ചെറിയ ബീട്രൂട്ട് മാത്രമേ എടുക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ഈ 2 ബീട്രൂട്ട് ഞാനിവിടെ നന്നായിട്ടൊന്ന് കഴുകിയാണ് എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. കാരണം നമ്മൾ ഇതിൻ്റെ തൊലി കളയാതാണ് ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പം നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തുകൊണ്ട് വരാം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു ഗ്രേറ്റർ എടുത്തതിന് ശേഷം തൊലിയോടുകൂടി തന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ബീട്രൂട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ മുടിയുടെ ഗ്രോത്തിൻ്റെ അനുസരിച്ച്, മുടിയുടെ എന്തുമാത്രം മുടി നിങ്ങൾക്ക് നരച്ചിട്ടുണ്ടോ അതിൻ്റെ അനുസരിച്ച് വേണം നിങ്ങൾ എടുക്കാനേ. തൊലിയും കൂടെ നമുക്ക് കഴുകി കഴിഞ്ഞാൽ എടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല. അപ്പോൾ നമുക്കിത് ഫുള്ള് ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തുകൊണ്ട് വരാം. അപ്പോൾ ദാ ബീട്രൂട്ട് ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ചീനിച്ചട്ടിയാണ്. ഇരുമ്പ് ചീനിച്ചട്ടിയാണ് നമുക്ക് വേണ്ടത്. ഇരുമ്പ് ചീനിച്ചട്ടി തന്നെ നിങ്ങളിത് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ. ഇനി ഈ ഒരു ഇരുമ്പ് ചീനിച്ചട്ടി നമ്മൾ ഗ്യാസിൽ വെച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ ബീട്രൂട്ട് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ മൈലാഞ്ചി. നമ്മൾ 1 ടേബിൾ സ്പൂൺ മൈലാഞ്ചിപ്പൊടിയല്ല, നമ്മൾ ഇതിനകത്ത് മൈലാഞ്ചിപ്പൊടി ചേർക്കുന്നില്ല. 1 ടേബിൾ സ്പൂൺ നമ്മൾ നെല്ലിക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നെല്ലിക്കാപ്പൊടി എന്ന് പറഞ്ഞാൽ മുടിക്ക് നല്ല കറുപ്പ് നൽകാനും മുടി തഴച്ച് വളരാനും ഒക്കെ വളരെ നല്ലതാണ്. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടിയാണ്, കോഫി പൗഡർ. അതുകൂടെ ഞാൻ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുക്കാം. ഫ്ലെയിം ഓണാക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ തിളയ്ക്കുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. എങ്കിൽ മാത്രമേ, നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മാത്രമേ ഈ ഒരു 3 ബീട്രൂട്ടിൻ്റെ ആണെങ്കിലും ഈ കോഫി പൗഡർ ആണെങ്കിലും ഈ നെല്ലിക്കാപ്പൊടിയുടെ ആ ഒരു എസൻസ് എല്ലാം ഇതൊക്കെ ഇതിലേക്ക് മിക്സായി വരത്തുള്ളൂ. അപ്പം നമ്മൾ ലോ ഫ്ലെയിമിലൊന്ന് ഗ്യാസ് ഒന്ന് ഓണാക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. ഇതിൻ്റെ എസൻസ് എല്ലാം ഇറങ്ങിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇതിൻ്റെ കളർ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. നല്ലൊരു ബ്ലാക്ക് കളറായിട്ടുണ്ട്. ഇപ്പം തന്നെ ആ ഒരു ചീനിച്ചട്ടിയുടെ ഇരുമ്പ് സത്തും അതുപോലെ തന്നെ നെല്ലിക്കാപ്പൊടി അതുപോലെ തന്നെ ബീട്രൂട്ട് ഇതിൻ്റെ എല്ലാം കൂടെ മിക്സാണ്. ഇത് നമുക്ക് നല്ല മുടിക്ക് വളരെ നല്ലതാണ്. കളർ നിങ്ങൾ കണ്ടല്ലോ. ഇനി നമുക്ക് ഇത് ഒരു ഗ്ലാസ് വെള്ളമാണ് വെച്ചേക്കുന്നതെങ്കിൽ ഇത് നമ്മളൊരു പകുതി ഗ്ലാസ് വെള്ളം വരുന്നിടം വരെയാണ് തിളപ്പിച്ചെടുക്കേണ്ടത്, ലോ ഫ്ലെയിമിൽ തന്നെ. പിന്നെ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഫ്രിഡ്ജിനകത്തെടുത്ത് ബാലൻസ് എടുത്ത് സൂക്ഷിച്ച് വെക്കുകയും ചെയ്യാം. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ആറുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ആറി കഴിയുമ്പോൾ നമുക്കിതൊന്ന് അരിച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഞാനിവിടെ ആറിയതിന് ശേഷം ഒരു കപ്പിലേക്ക് അരിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇത്രയും വെള്ളമാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് നരയുടെ അനുസരിച്ച് നമ്മളൊരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ മറ്റൊന്നുമല്ല, ഇൻഡിഗോ പൗഡർ അഥവാ നീലയമരിപ്പൊടിയാണ്. അത് നമ്മുടെ ഹെയറിനൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു കളറ് കിട്ടാൻ വേണ്ടി വളരെ നല്ലതാണ്. അതുപോലെ മുടി തഴച്ച് വളരാനും ഒക്കെ ഈ ഒരു മുടി വളരാത്തവർക്ക് മുടി വളരാനും നമ്മൾ ഈ ഒരു നീലയമരിപ്പൊടി ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മുടി നല്ല ബ്ലാക്ക് കളറായിട്ട് കിട്ടാൻ, നരച്ച മുടി നല്ല ബ്ലാക്ക് കളറാവാൻ ഈ ഒരു ഇൻഡിഗോ പൗഡർ അഥവാ നീലയമരിപ്പൊടി വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പം ഞാനിവിടെ മുടി അധികം നരച്ചില്ലാത്തതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ ഇൻഡിഗോ പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് എടുത്തു വെച്ചിരിക്കുന്ന ഈ വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ഈ ഒരു ഹെയർ ഡൈക്ക് മൈലാഞ്ചി
പൊടി ഇതിനകത്ത് ചേർക്കുന്നില്ല. സാധാരണ നമ്മൾ തലേ ദിവസം മൈലാഞ്ചി തേച്ച് ഒരു ദിവസം നമ്മൾ ഹെയറിലൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം പിറ്റേ ദിവസമാണ് നമ്മൾ സാധാരണ ഡൈ ചെയ്യുന്നുണ്ട് ഈ ഒരു നീലയമരിപ്പൊടി നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇതിപ്പോൾ അങ്ങനെ ഒന്നും വേണ്ട. നമ്മൾ ഈ ഒരു കോഫി പൗഡറും നെല്ലിക്കാപ്പൊടി അതുപോലെ തന്നെ ഈ ഒരു ബീട്രൂട്ടും കൂടെ ചേർത്ത് കാരണം നമുക്ക് ആ ഒരു മൈലാഞ്ചിപ്പൊടി ചേർക്കുന്ന ആ ഒരു മൈലാഞ്ചിപ്പൊടി അപ്ലൈ ചെയ്യുന്ന ആ ഒരു സെയിം റിസൾട്ട് തന്നെ നമുക്ക് ഈ ഒരു 3 ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾ നല്ല കമ്പനിയുടെ നല്ല ക്വാളിറ്റിയുള്ള ഇൻഡിഗോ പൗഡർ തന്നെ എടുക്കാൻ ശ്രമിക്കണം. അപ്പോൾ ഇതാ ഞാനിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇതിൻ്റെ കളർ തന്നെ നല്ല ബ്ലാക്ക് അരി പോലെ കറുത്ത കളറായിട്ടുണ്ട്. ഞാൻ വേണേൽ നിങ്ങളെ ഒന്ന് കാണിക്കാം. നല്ല ബ്ലാക്ക് കളറായിട്ടുണ്ട്, കണ്ടില്ലേ? ഇതേപോലെ ബ്ലാക്ക് കളർ ആയി കഴിഞ്ഞാൽ നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല കളറായിരിക്കും കിട്ടുന്നത്. എത്ര നരച്ച മുടി, എത്ര പഴക്കമുള്ള നരയാണെങ്കിലും നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ഇൻഡിഗോ പൗഡർ അഥവാ ഈ നീലയമരിപ്പൊടി നിങ്ങൾ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റിനകം തന്നെ നിങ്ങളുടെ ഹെയറിൽ അപ്ലൈ ചെയ്യണം. ഒരുപാട് സമയം വെച്ചേക്കരുത്. അതുപോലെ തന്നെ നല്ല ചൂടോടുകൂടി, ഇളം ചൂടോടുകൂടി വേണം ഈ ഒരു വെള്ളം നിങ്ങൾ ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ചെടുത്ത ആ ഒരു വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിക്കാൻ. തണുത്തതിന് ശേഷം ഒഴിക്കരുത്, ചെറിയൊരു ചൂടോടുകൂടി വേണം ഒഴിക്കാൻ. പിന്നെ നമ്മളിത് അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ മുടി ഒന്ന് ഷാമ്പു ഇട്ടതിന് ശേഷം തലേ ദിവസം നമ്മളൊന്ന് ഷാമ്പു ഇടുക. ഇപ്പോൾ രാവിലെയാണ് നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഒരു 2 മണിക്കൂറെങ്കിലും നിങ്ങൾ മിനിമം ഇത് അപ്ലൈ ചെയ്യണം. ഇപ്പോൾ രാവിലെ ആണെങ്കിൽ 2 മണിക്കൂറിന് ശേഷമാണെങ്കിൽ വൈകിട്ടാണെങ്കിൽ നിങ്ങൾക്ക് കഴുകിക്കളയാം. പക്ഷേ തലേ ദിവസം നിങ്ങൾ ഷാമ്പു ഇട്ടൊന്ന് മുടി വാഷ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഈ ഒരു ഹെയർ ഡേ യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ മാത്രമേ നമുക്ക് ആ നല്ലൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ. യാതൊരുവിധ സൈഡ് എഫക്റ്റും ഇല്ലാതെ ആർക്ക് വേണമെങ്കിലും, എത്ര പ്രായമായവർക്ക് വേണമെങ്കിലും ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. ഇതിൻ്റെ കളർ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാലോ. മറ്റേ നമ്മൾ മൈലാഞ്ചിയൊക്കെ ആകുമ്പോൾ 2 ദിവസമൊക്കെ ടൈം എടുക്കും. ഇത് പെട്ടെന്ന് നിങ്ങൾക്ക് 2 മണിക്കൂർ കൊണ്ട് തന്നെ ചെയ്യാവുന്നതാണ്. നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. അതിന് ശേഷം അന്ന് നിങ്ങൾ ഷാമ്പൂ ഇടരുത്. 2 മണിക്കൂറിന് ശേഷം സാധാ പച്ചവെള്ളത്തിൽ നന്നായിട്ടൊന്ന് വാഷ് ചെയ്യുക. നരയുള്ളിടത്തും അല്ലാതുള്ളിടത്തും എല്ലാം നിങ്ങൾക്ക് ഫുൾ തലമുടി മൊത്തം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിറ്റേ ദിവസം നിങ്ങൾ മൈൽഡായിട്ടുള്ളൊരു ഷാമ്പു ഇടുക. അതല്ല എങ്കിലും അതിലൊക്കെ കുറച്ചുകൂടെ ബെറ്റർ എന്ന് പറഞ്ഞാൽ ഈ ചെമ്പരത്തിപ്പൂവിൻ്റെ താളി ഉണ്ടല്ലോ, ചെമ്പരത്തിപ്പൂ വെച്ചിട്ടുള്ള താളി തേക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. കഴിവതും അങ്ങനെ ഉണ്ടെങ്കിൽ ചെമ്പരത്തിപ്പൂവൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അത് ചെയ്യുക. അതല്ല എങ്കിൽ നിങ്ങൾക്ക് മൈൽഡായിട്ടുള്ളൊരു ഷാമ്പു ഇട്ട് വാഷ് ചെയ്യാവുന്നതാണ്. ആദ്യത്തെ പ്രാവശ്യം നിങ്ങൾ ആഴ്ചയിൽ 3 പ്രാവശ്യവും, രണ്ടാമത്തെ പ്രാവശ്യം ആഴ്ചയിൽ 2 പ്രാവശ്യവും, പിന്നെ 3 ആഴ്ചയിൽ ഒരിക്കലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ഹെയർ ഡേ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.